ആദ്യം തന്നെ പൂരവിശേഷങ്ങളിലേക്കാണ്. പൂരാവേശത്തിലാണ് തൃശൂർ നഗരം. വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള ചെറുപൂരങ്ങളുടെ വരവ് തുടരുകയാണ്. രാവിലെ 5-ന് തുടങ്ങിയ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് തെക്കേ ഗോപുര നടയിലെത്തി ചെറുപൂരങ്ങളുടെ വരവിന് തുടക്കമിട്ടു. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നായി 10,000-കണക്കിന് പൂരപ്രേമികളാണ് പൂരം കാണാനായി മാത്രം നാട്ടിലെത്തിയിട്ടുള്ളത്. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വലിയ ആവേശത്തിലാണ് തൃശൂർ നഗരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചെറുപൂരങ്ങളൊക്കെ തന്നെ അവിടേക്ക് എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ഇവിടുന്ന് പങ്കുവെക്കാനുള്ള പൂര ആവേശം എന്ന് പറയുന്നത്? ആതിര, പൂരാവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ നഗരം. നമ്മൾ രാവിലെ മുതൽ തന്നെ ചെറുപൂരങ്ങളുടെ വരവ് ഈ തൃശ്ശൂർ നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് തേക്കിൻകാട് മൈതാനത്ത് തെക്കേ ഗോപുരനടയ്ക്ക് മുൻപിലാണ് ഞാനുള്ളത്. ഈ തെക്കേ ഗോപുരനടയുടെ പ്രത്യേകത, ഇത് പൂരത്തിൻ്റെ തലേന്നാളാണ് ഈ ഗോപുരവാതിൽ തുറക്കുക. ഇതിലൂടെ ഇന്നലെ നെയ്തലക്കാവിൽ അമ്മയാണ് ഈ തെക്കേ ഗോപുരനട തുറന്ന് പൂര വിളംബരം ചെയ്തത്. ആ പൂര വിളംബരം മുതൽ ഏതാണ്ട് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിൻ്റെ മാത്രം സവിശേഷതയാണ് ഇങ്ങനെ 36 മണിക്കൂർ ഒരു പൂരം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത്. ഇന്നലെ പൂര വിളംബരം കഴിഞ്ഞ് ഇന്ന് രാവിലെ കണിമംഗലം ശാസ്താവാണ് ഈ തെക്കേ ഗോപുര നടയിലൂടെ ആദ്യം അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആ കണിമംഗലം ശാസ്താവിൻ്റെ വരവോടുകൂടിയാണ് ഈ ചെറുപൂരങ്ങൾ ഈ തൃശ്ശൂർ പൂരനഗരിയിലേക്ക് എത്തുക. ഈ തെക്കേ ഗോപുര നടയിലൂടെ ഇറങ്ങി വന്ന് ഓരോ പൂരങ്ങളും കൊട്ടി അവസാനിക്കുന്ന രീതിയിലാണ് ഈ പൂരങ്ങളുടെ വരവ് നിശ്ചയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പൂരത്തിൻ്റെ നടത്തിപ്പുകാർ എന്ന് പറയുന്നത് തിരുമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു നേതൃത്വം വഹിക്കുന്നത്. എന്നാൽ മറ്റ് ഘടകപൂരങ്ങളും ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ്. രാവിലെ ഒരു 11 മണി വരെ ആ തരത്തിൽ ചെറുപൂരങ്ങളുടെയും ഘടകപൂരങ്ങളുടെയും ഒക്കെ വരവാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ജനകീയമായ കാഴ്ചകളിലേക്ക് തൃശ്ശൂർ നഗരം മാറുന്നത്. അതിലൊന്ന് മടത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. അത് തിരുമ്പാടി വിഭാഗത്തിൻ്റെ മടത്തിൽ വരവ് പഞ്ചവാദ്യം 11:30 തൃശ്ശൂർ ബ്രഹ്മസം മഠത്തിൽ അവിടെ നിന്ന് ആരംഭിച്ച് ഈ തേക്കിൻകാട് മൈതാനത്തേക്ക് വരും. അത് പഞ്ചവാദ്യമാണ്. ഈ പഞ്ചവാദ്യത്തിൽ കോങ്ങാട് മധുവാണ് അതിന് പ്രമാണിയാകുന്നത്. ഈ മടത്തിൽ വരവ് പഞ്ചവാദ്യം ഉച്ചയോടെ അവസാനിക്കും. അതിനുശേഷം പാറമേക്കാവ് വിഭാഗത്തിൻ്റെ മേളം അത് 12 മണിയോടെ ചെമ്പടമേളമായി ആരംഭിക്കും. പാറമേക്കാവിൽ നിന്ന് ആരംഭിക്കും. പിന്നീട് ഇലഞ്ഞിത്തറയിലേക്ക് എത്തും. പിന്നെയാണ് ഏറ്റവും പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത്. അത് ഉച്ചയ്ക്ക് 2 മണി മുതൽ തുടർന്നങ്ങോട്ടൊരു 3 മണിക്കൂർ നീളുന്ന വലിയ ഒരു ആഘോഷമാണ് ഈ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. നിരവധി പേർ ഈ കാണുന്ന ഈ ഗോപുരത്തിനകത്ത്, അതായത് വടക്കുംനാഥ ക്ഷേത്ര പരിസരത്തേക്ക് എല്ലാവരും ഈ ഇലഞ്ഞിത്തറ മേളം കാണാനായി എത്തും. ആദ്യം പതിഞ്ഞ കാലത്താണ് തുടങ്ങിയെങ്കിൽ പിന്നീട് അത് ഉച്ചത്തിൽ ആവേശത്തിലാകും. ആ സമയത്ത് എല്ലാവരും ഒരേ താളത്തിൽ വാനിലേക്ക് കൈകൾ ഉയർത്തി അത് താളമിടുന്നതൊക്കെ കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ചയാണ് ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. ഏതാണ്ട് 3 മണിക്കൂർ നീളുന്നതാണ് ഇലഞ്ഞിത്തറ മേളം. നമുക്കറിയാവുന്നവരെ മുൻ വർഷങ്ങളിലൊക്കെ അതിന് പ്രമാണിയായിരുന്നത് പെരുവനം കുട്ടന്മാരായിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹമല്ല, പകരം കിഴക്കൂട്ട് അനിയന്മാരാണ് ഈ ഇലഞ്ഞിത്തറ മേളത്തിന് പ്രമാണിയാകുന്നത്. കഴിഞ്ഞ വർഷവും അദ്ദേഹം തന്നെയായിരുന്നു ഇതിന് പ്രമാണിയായത്. ഈ ഇലഞ്ഞിത്തറ മേളം അവസാനിക്കുന്നതോടെ വളരെ പ്രധാനപ്പെട്ട തെക്കോട്ടിറക്കം എന്ന ചടങ്ങ് തുടങ്ങിയാണ്. അതായത് ഈ കാണുന്ന തെക്കേ ഗോപുരനടയിലൂടെ തന്നെ ഈ തിരുവമ്പാട്, പാറമേക്കാവ് വിഭാഗങ്ങളുടെ എഴുന്നള്ളിപ്പ് ഈ ഗോപുരനടയിലൂടെ പുറത്തേക്ക് വരും. ആദ്യം പാറമേക്കാവ് വിഭാഗത്തിൻ്റെയാണ് വരിക. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ വന്ന് അഭിമുഖമായി, അതായത് ഈ ഗോപുരനടയ്ക്ക് അഭിമുഖമായി 15 ആനകൾ അണിനിരക്കും. അതിന് പിറകെ തിരുവമ്പാടി വിഭാഗവും ആനകൾ വരും. 15 ആനകൾ തന്നെയാണ്. അങ്ങനെ ഈ കാണുന്ന ഈ തേക്കിൻകാട് മൈതാനത്ത് തെക്കേ ഗോപുരനടയുടെ മുറ്റത്ത് ഇരു വിഭാഗത്തിൻ്റെയും 15 ആനകൾ പരസ്പരം അഭിമുഖമായി നിൽക്കും. തുടർന്നാണ് ഏറ്റവും വർണ്ണാഭമായ, ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായ കുടമാറ്റത്തിലേക്ക് കടക്കുക. അതും പരസ്പര മത്സരബുദ്ധിയോടെയാണ്, ആരോഗ്യപരമായ മത്സരബുദ്ധിയോടെയാണ് ഈ കുടമാറ്റവും നടക്കുക എന്നുള്ളത്. നേരത്തെ ചമയ പ്രദർശനം ആരംഭിച്ചിരുന്നു. അത് ഈ പൂരം തുടങ്ങുന്നതിന് തലേന്നാൾ ഈ ചമയ പ്രദർശനം നടത്തും. അപ്പോൾ നെറ്റിപ്പട്ടവും മറ്റ് എല്ലാ ചമയങ്ങളും കാണിക്കുമെങ്കിലും കുടകളുമൊക്കെ പ്രദർശിപ്പിക്കും. പക്ഷേ ഏറ്റവും സസ്പെൻസായ, അവർ പുറത്തിറക്കാൻ പോകുന്ന ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കുന്ന കുടകൾ അവിടെ ഉണ്ടാകില്ല. അത് ഈ പൂര ദിവസം കുടമാറ്റ സമയത്ത് മാത്രമാണ് എന്തൊക്കെ സസ്പെൻസാണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇരു വിഭാഗവും, പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ എന്തൊക്കെ സസ്പെൻസാണ് ഈ കുടമാറ്റത്തിൻ്റെ ഭാഗമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, എന്തൊക്കെ സവിശേഷമായ കുടകളാണ് അവിടെ വാനിലേക്ക് ഉയരാൻ പോകുന്നത്, വിടരാൻ പോകുന്നത് എന്നുള്ളത് ആ ഘട്ടത്തിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത് കാണാനായി ഈ കാണുന്ന, ഇപ്പോൾ അധികം തിരക്ക് ഇവിടെ കാണില്ല, പക്ഷേ ഇന്നൊരു 2 മണിക്ക് ശേഷം ഇതായിരിക്കില്ല ഈ കാണുന്ന തെക്കേ ഗോപുരനട എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന പോലെ ഒഴിഞ്ഞിരിക്കില്ല. ഇപ്പോഴും ആളുകൾ ധാരാളമായി ഇവിടെയുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം, അതായത് ആ തെക്കോട്ടിറക്കം കഴിഞ്ഞാൽ ഇവിടെ
മണൽത്തരി വീഴാൻ, അതായത് ആകാശത്ത് നിന്ന് ഒരു പൂഴി എറിഞ്ഞാൽ താഴേക്ക് വീഴാൻ കഴിയാത്ത അത്ര ജനത്തിരക്കായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അത്ര തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ആനകൾ അണിനിരന്ന് ആ ആനപ്പുറത്താണ് ഈ കുടമാറ്റം നടക്കുക. അത് ഏതാണ്ട് 2 മണിക്കൂറോളം നീളുന്ന കുടമാറ്റം ഉണ്ട്. നിരവധി വ്യത്യസ്തമായ കുടകൾ, 2 നിലകളുള്ളതും, അത് ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് ഇത്തവണത്തെ ഓരോ വർഷവും ഓരോ പുതുമയുള്ള സവിശേഷമായ കുടകളാണ് അവർ ഉയർത്താറുള്ളത്. ആ ഒരു സവിശേഷത ഇത്തവണയും ഉണ്ടാകും. ആ സസ്പെൻസ് അവർ ആ സമയത്ത് മാത്രമേ പൊളിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഏതാണ്ട് 6-6:30 വരെ ഈ കുടമാറ്റം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. കുടമാറ്റം കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറു വെടിക്കെട്ടാണ് ഇവിടെ നടക്കുക. ആ വെടിക്കെട്ടോടുകൂടി പകൽ സമയത്തെ ആ പൂരത്തിന് ഒരു സമാപനമാകും. പക്ഷേ ഇത് മുറിയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 36 മണിക്കൂർ നീളുന്ന വലിയൊരു ഉത്സവമാണ്. അതുകൊണ്ട് മുറിയാതെ രാത്രിയുമൊക്കെ ചെറുപൂരങ്ങളുടെ വരവുണ്ടാകും. തൃശ്ശൂർ പൂരത്തിൻ്റെ പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വെടിക്കെട്ടാണ്. ഈ വെടിക്കെട്ട് നടക്കുന്നത് പുലർച്ചെ 3 മണിക്കാണ്. അതായത് നാളെ പുലർച്ചെ 3 മണിയോടെയാണ് വെടിക്കെട്ട് നടക്കുക. അതും വലിയ സവിശേഷതകളുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് എന്ന് പറയുന്നത്. മറ്റിടങ്ങളിൽ കാണുന്ന പോലെയുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അത് കാണാനായി ഈ കാണുന്ന ഈ സ്വരാജ് റൗണ്ട് പരിസരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറയും എന്നുള്ളതാണ്. പുലർച്ചെ 3 മണി എന്നുള്ളത് ആളുകൾക്ക് പ്രശ്നമല്ല. ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, പൂരം കാണാനായി വരുന്ന ആളുകൾ വെടിക്കെട്ട് കൂടി അവസാനിച്ച് മാത്രമേ അവരൊക്കെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാറുള്ളൂ എന്നുള്ളതാണ്. ഇവർ രാത്രി ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ എവിടെ താമസിക്കുന്നു എന്നുള്ളതൊന്നും ഇവിടത്തുകാർക്ക് പ്രശ്നമല്ല. ഈ കാണാൻ വരുന്നവർക്ക് പ്രശ്നമല്ല. അവർ ഈ പൂരപ്പറമ്പിലൂടെ തന്നെ ഈ പൂരം കണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ വൈകിട്ട് കുടമാറ്റം കഴിഞ്ഞ് ചെറു വെടിക്കെട്ടും കഴിഞ്ഞാൽ പിന്നീട് അവർ എവിടെ നിന്നാണ് വെടിക്കെട്ട് ഏറ്റവും ഭംഗിയായി കാണാൻ കഴിയുക എന്ന സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയായി ആ തരത്തിൽ സ്വരാജ് റൗണ്ടിലൂടെ നടന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥാനമുറപ്പിക്കും. അങ്ങനെ പുലർച്ചെ 3 മണി വരെയുള്ള കാത്തിരിപ്പാണ്. ഉറക്കമൊഴിച്ച് ഈ വെടിക്കെട്ട് കാണാനുള്ള കാത്തിരിപ്പാണ്. ആ വെടിക്കെട്ട് കഴിഞ്ഞാൽ ഈ പൂരം, അതായത് തൃശ്ശൂർ പൂരം ഏതാണ്ട് സമാപനത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, അടുത്ത ദിവസവും നാളെയും തൃശ്ശൂരിലൊരു പകൽപ്പൂരം നടക്കുന്നുണ്ട്. അതും തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമാണ്. ഈ 36 മണിക്കൂർ നീണ്ട ചടങ്ങിൽ ഉൾപ്പെട്ടതാണ് ആ പകൽപ്പൂരവും. ഈ പകൽപ്പൂരത്തോടു കൂടിയാണ് ഈ തൃശ്ശൂർ പൂരം 36 മണിക്കൂർ നീണ്ട പൂരത്തിന് സമാപനമാകുന്നത്. ഈ പകൽപ്പൂരത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, അത് തൃശ്ശൂർക്കാർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു പൂരം എന്ന നിലയിലാണ് ഈ പകൽപ്പൂരത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇന്നത്തെ ദിവസം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു മതേതര ഉത്സവമായി കൂടി ഈ തൃശ്ശൂർ പൂരത്തെ കാണാം. നാടിൻ്റെ നാനാദിക്കിൽ നിന്ന്, ഇന്ത്യക്ക് പുറത്തു നിന്ന് വരെ വിദേശികൾ ഉൾപ്പെടെ ഈ പൂരം കാണാൻ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് പേർ വിവിധയിടങ്ങളിലായി ജാതി, മത, വർണ്ണ, ലിംഗ ഭേദമില്ലാതെ ഈ നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തൃശ്ശൂർ പൂരം ദിവസത്തിൻ്റെ പ്രത്യേകത. പക്ഷേ നാളെ പകൽപ്പൂരമുണ്ട്. അത് തൃശ്ശൂർക്കാർക്ക് വേണ്ടിയുള്ള പൂരം എന്നാണ് വിശേഷിപ്പിക്കുക. പക്ഷേ അതിനും നിരവധിയായ കാഴ്ചക്കാർ ഈ പൂരനഗരിയിലേക്ക് വരാറുണ്ട്. പലരും ഇവിടെ താമസിച്ച് പകൽപ്പൂരം കൂടി കണ്ടാണ് മടങ്ങാറുള്ളത്. അതും നാളെ രാവിലെയും ഈ 2 പൂരങ്ങൾ, പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചെണ്ടമേളത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പ് ശ്രീമൂലസ്ഥാനത്താണ്. ഇന്നിപ്പോൾ തേക്കിൻകാട് മൈതാനത്ത് ഈ തെക്കേ ഗോപുരനടയിലാണ് ഇന്നത്തെ പ്രധാന തെക്കോട്ടിറക്കവും കുടമാറ്റവും ഒക്കെ നടക്കുകയെങ്കിൽ പകൽപ്പൂരം നടക്കുന്ന തൊട്ടപ്പുറത്തുള്ള പടിഞ്ഞാറ് നടയിൽ ശ്രീമൂലസ്ഥാനത്താണ് ഈ 2 വിഭാഗങ്ങളുടെയും എഴുന്നള്ളിപ്പ് സമ്മേളിക്കുന്നത്. ഈ ശ്രീമൂലസ്ഥാനത്താണ്. അവിടെ സമ്മേളിച്ച് ഒരുമിച്ച് കൊട്ടി കലാശിച്ച ശേഷം ഇരുവിഭാഗത്തിൻ്റെയും ഓരോ ആനകൾ വീതം വടക്കുനാഥനെ വലം വെച്ച് പുറത്തേക്ക് വന്ന് ഉപചാരം ചൊല്ലി പിരിയലാണ്. പിന്നീടൊരു ചെറുപിടിക്കെട്ടും. അങ്ങനെ ഈ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് ഈ 36 മണിക്കൂർ നീളുന്ന തൃശ്ശൂർ പൂരത്തിന് യഥാർത്ഥത്തിൽ സമാപനമാവുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വളരെ വളരെ പ്രത്യേകതയുള്ള, സമാനതകളില്ലാത്ത വലിയൊരു ഉത്സവമായി തന്നെ ഈ തൃശ്ശൂർ പൂരത്തെ കാണാം. ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് ഈ നഗരം പൂർണ്ണമായും അതിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം